ഞാനേ മിക്ക ദിവസങ്ങളിലും ബസ്സിന് തന്നെ വരുള്ളൂ. ചില ദിവസം എൻ്റെ മോനോ ഭയങ്കര തള്ളായിരിക്കും ബസ്സിൽ, തൂങ്ങി പിടിച്ചിട്ടൊക്കെയാ വരണേ. ഞാൻ ബസ് കയറിയ കാലം മറന്നിട്ടോ. ഞാൻ പണ്ടെങ്ങാനും പടവലത്ത് പോയപ്പോഴാണ് ബസ് ലാസ്റ്റായിട്ട് കയറിയ. പിന്നെ ഈ അടുത്ത് സുരേഷ് ചേട്ടനൊപ്പം ഈ കോട്ടയം കോഴിക്കോടും കുറച്ച് ബിസിനസ്സിന് ആരും പോയപ്പോഴും ട്രെയിനിലാണ് പോയത്. ഞാൻ ട്രെയിനിൽ പോകണ എപ്പോഴാണെന്നറിയാമോ? ബാലുവിനൊപ്പം നേറ്റിങ്ങിന് പോകില്ലേ, അപ്പം ട്രെയിനിൽ പോകും. അല്ലാത്തപ്പോൾ ട്രെയിനിൽ പോകാനുള്ള ദൂരം നമുക്ക് വേറെ എവിടെയും പോകേണ്ടി വരണില്ലല്ലോ. അല്ല, പാറും നേഴ്സറും തിരിച്ചെത്തിയിട്ടേ എല്ലാം കഴിച്ചോ എന്താ? അതൊക്കെ ഉണ്ടാവും. കേശുവല്ലേ കൂടെ ഉള്ളത്. അവൾക്ക് ഓംലെറ്റ് കഴിക്കണം, അവനും ഓംലെറ്റ് കഴിക്കണം. അതുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അമ്മ ഒരു വിധത്തിൽ ലച്ചു ഇവിടെ ഉള്ള സമാനം തന്നെ അല്ലേ? പിന്നില്ലേ, പക്ഷെ നമ്മളങ്ങനെ വാശി പിടിക്കാൻ പാടില്ല. അവിടെ നിൽക്കണ്ടേ അവള്, അവർക്ക് ആഗ്രഹം ഉണ്ടാവൂലേ. വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. വിളിച്ചിട്ടുണ്ടായിരുന്ന അവള് എന്നെ വിളിച്ചില്ലല്ലോ. എനിക്കെങ്ങനെ അറിയാം? പാറേ പാറോ, രണ്ടുപേരും ഒരുമിച്ച് വന്നാ? ഞാൻ ജംഗ്ഷനിൽ വെച്ചാണ്ട് അമ്മേനെ. അയ്യോ, മേടിക്കണമെന്ന് വിചാരിച്ചു, മറന്നു വേടാ. ശോ, എന്ത് ചെയ്യും ഇനി? ഇനിയിപ്പോ പിന്നെ അങ്ങനെ മേടിക്കാം. മൊബൈൽ ഇന്നത്തിട്ടിരുന്ന് കപ്പിട്ട് കിട്ടി. ചോക്ലേറ്റ് പഠിച്ചാ വന്നിട്ടിരുന്ന്. അമ്മ ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, ഞാൻ ചോദിച്ചു എടി നമുക്ക് പഠിക്കണ്ടേന്ന്. വൈകുന്നേരം വരെ നഴ്സറി ഇരുന്ന് പഠിക്കുമല്ലേ, പിന്നെ എന്തിനാ വീട്ടിൽ വന്നിട്ടിരുന്ന് പഠിക്കുന്നതെന്ന്. മാത്രമല്ല അവള് പറയണേ ഞാൻ വലിയ ക്ലാസ്സിലൊന്നും അല്ലല്ലോ, ചെറിയ ക്ലാസ്സിലല്ലേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ വീട്ടിൽ വന്നിരുന്ന് പഠിക്കണമല്ലോ. അപ്പൊ പറയണേ എന്നാ പിന്നെ വീട്ടിൽ നിന്ന് പഠിച്ചപ്പോൾ എന്തിനാ നഴ്സറി പോണം? ഓ, വല്ലാത്ത സംശയമാണിത്. ലച്ചേച്ചി ഇപ്പൊ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കത്തില്ലല്ലോ. എങ്ങനെ വിളിക്കും? വിളിച്ചിട്ടുണ്ടെ അവൾക്ക് സ്വസ്ഥത കൊടുക്കൂലല്ലോ. അമ്മയുടെ മോള് പിന്നെ തിരിച്ചിങ്ങോട്ട് ഒന്നും പറയത്തില്ലേ? ഓ, അവൾ അങ്ങനെ എന്തും സംസാരിക്കുന്നു. അവള് പാവടെ. അയ്യോ, പാവല്ല, പഞ്ചപാവം. എന്ത്? എന്നാലും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെ 2 നേരം വെച്ച് വിളിക്കണത് ഇപ്പൊ എന്ത് പറ്റിയത്? അവനെ വിളിച്ചപ്പോ അവിടെ വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാ? ഇവനെന്താ അച്ഛനെ പോലെ ആവശ്യമില്ലാത്തൊന്നും പറയല്ല കേട്ടോ. അവൾക്ക് അവിടെ ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറയാൻ കാരണമുണ്ട്. അവളുടെ ദേഷ്യം അങ്ങനെയാണ്. നമ്മളെ വഴക്ക് പറയണ പോലെ തന്നെ കുഴപ്പത്തെ അമ്മേനെ വഴക്ക് പറയാറുണ്ട് അവള്. അതുകൊണ്ട് ചോദിച്ചതാ. അവർക്ക് ഇപ്പൊ അവരുടെ അല്ല ലച്ചേച്ചിയുടെ ക്യാരക്ടർ മനസ്സിലായി വരുന്നുണ്ട്. ശരിക്കും പണി കിട്ടിയത് ആർക്കാന്നറിയൂ? സിദ്ധുള്ളിന്. അതെന്ത് അമ്മ സത്യം പറയല്ല, ഭാവിയിൽ ഞാൻ പെണ്ണ് കെട്ടുപോ ലച്ചേച്ചിയുടെ സ്വഭാവമുള്ള പെങ്കൊച്ചിനെ വല്ലതാണ് എനിക്ക് കിട്ടുന്നെങ്കിൽ എന്റെ കുടുംബം തീർന്നു. ശരിക്കല്ലേ? ഒന്ന് പോടാ അവിടുന്ന്. അവള് പാവമാണ്, പിന്നെ സ്വാതന്ത്ര്യ സ്നേഹം ഉള്ളിടത്ത് എന്തെങ്കിലുമൊക്കെ പറയും, അത്രേ ഉള്ളൂ. കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞ്. അതെ, എല്ലാം പയ്യെ പയ്യെ പഠിച്ചാ പോരെ? എല്ലാം മാഡത്തിന് ഇപ്പൊ തന്നെ എല്ലാം പഠിക്കണം ഒരുമിച്ച്. ഓ, പതുക്കെ പതുക്കെ. ചായ ഇട്ടാ കേശു? കട്ടൻ ചായ ഇട്ട് കുടിച്ചു. അതെന്താ പാൽ ചായ ഇടാഞ്ഞ? പാല് എവള് പറഞ്ഞു അമ്മ വന്നിട്ട് പാല് കുടിക്കാന്ന്. ആണോ? അപ്പൊ പാലും കാച്ചലും കട്ടൻ ചായ ഇടണം. നല്ല തലവേനുണ്ട്, ഒരു കട്ടൻ ചായ ഇടട്ടെ. ഞാൻ പോയി ഡ്രസ് മാറ്റി. ഫോൺ എന്തിന്? ഇപ്പൊ തരാന്ന് പറയാ. എന്തിനാന്ന് പറ ആദ്യം. ഒരു കാര്യം ചെയ്യാനോ? അതെന്ത് കാര്യം എനിക്കറിയണ്ടേ? ഇങ്ങനെ വെച്ച് എങ്ങനെ തരാണ്ടിരിക്കണേ? എന്താ അമ്മ വാമ്മ ചായ ഇടമ്മ. ഓ, ചായ ഇടമ്മ. വന്ന ഉടനെ അടുക്കളയിലേക്ക്. നീ ഭാഗം കൂടെ വെച്ചേക്ക്. ഓ, ഹലോ മിസ്സേ, ഞാൻ പാർവതിയാ. സുഖം തന്നെ? മിസ്സെല്ലാതും കഴിച്ചായിരുന്നോ? ഞാനൊന്നും കഴിച്ചില്ല മിസ്സേ. ഓ, അമ്മ ഇപ്പൊ വന്നതേ ഉള്ളു. പഠിച്ചില്ലെന്ന് ചോദിച്ചു. അടിക്കും മിസ്സേ. പഠിച്ചില്ലെങ്കിൽ ഭയങ്കര അടിയാ. ശരി മിസ്സേ, വിളിക്കാം. എന്താ കള്ളത്തരം കാണിക്കണ? എന്തിന്? വരയ്ക്കണമെങ്കിൽ വരച്ചു. എന്തിന് കള്ളത്തരം കാണിക്കണ? പഠിച്ചുകൊണ്ടിരിക്കണ പുസ്തകത്തിന് ഇടയിൽ കയറ്റി എന്തിന് പേപ്പർ ഇട്ട് വരയ്ക്കണതിന്? എന്താടി എന്തേട്ടാ? ഇവിടെ പേരും കള്ളിയടാ. ബുക്ക് തുറന്നു വെച്ചിട്ട് അതിനിടയിൽ പേപ്പർ വെച്ച് വരച്ചുകൊണ്ടിരിക്കണ്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. 3ാമത്തെ ഞാൻ ക്യാച്ച് ചെയ്ത്. ഇതൊക്കെ നീ ആടുത്തൊന്ന് പഠിക്കണേ. വെറുതെ അല്ല, എല്ലാം ഇവിടെ തന്നെ പഠിക്കണ. സർവ്വ കള്ളത്തരത്തിന്റെ വളനിലമാണല്ലോ ഇത്. വളനിലല്ലേ, വിളനില.
ഓ വിദ്യാസമ്പന്ന സോറി. അമ്മ 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 പെട്ടെന്ന് വാ, ബാക്കിയും കൂടി വാങ്ങിച്ചു തരാം. അമ്മ ബാ കേട്ടാ. എന്ത് പറ്റി? ഞാൻ മഴ മടിച്ചോണ്ടിരുന്നപ്പോ ഈ ചേട്ടൻ എന്നെ അടിച്ചു. ഏത് ചേട്ടൻ? ഈ ചേട്ടൻ. എന്തിനാണ് അടിച്ചത്? ഇവള് കള്ളത്തിന് കാണിച്ചോണ്ട്. അമ്മ ഇവള് പഠിക്കണ പോലെ പുസ്തകം വെച്ചിട്ട് അതിന്റെ ഇടയിൽ പേപ്പർ വെച്ചിട്ട് വരയ്ക്കുക. എന്തിനാ കള്ളത്തിന് ഇപ്പൊ എന്തിനാ കാണിക്കണത്? അവള് വരയ്ക്കണമെങ്കിൽ വരച്ചോട്ടെ, എന്തിനു കള്ളത്തിന് കാണിക്കണത്? ഞാൻ വരയ്ക്കാനിരുന്നത് തന്നെ. പേപ്പർ ബുക്കിനകത്ത് വെച്ചെന്നേ ഉള്ളൂ. എന്റെ അമ്മോ, നീ ഒരു പ്രസ്ഥാനം തന്നെടി, സമ്മതിക്കണം. അത് പഠിപ്പിക്കൂല, അടിക്കാനാളുണ്ട്. വലിയ ഡയലോഗ് അടിക്കണ്ട, ഇരുന്ന് പഠിക്കാൻ നോക്ക്. അത് തന്നെ, നീ വരയ്ക്കണമെങ്കിൽ വരച്ചോ. ഇതിന്റെ നമ്പർ എന്തിന്? പോട്ട് ഒരു ആവതം പറ്റി പോയേ. കൊറേ അബദ്ധമായി ഇങ്ങനെ പറ്റി പോണത് കേട്ടാ. കൊറേ കാണിച്ചു കൂട്ടിയ ആൾക്കാരാണ് ദേ ഇവിടെ നിൽക്കണത്. ഇപ്പൊ കണ്ട രണ്ടെണ്ണത്തിനെ ഒതുക്കി നിർത്തിയിരിക്കണേ. ഇതുപോലെ ഒരു ഒതുക്കങ്ങ് ഒതുക്കും ഒരു ദിവസം. പക്ഷെ ഞാനാള് പണ്ടേ നീറ്റായിരുന്നു. തുടങ്ങി. നീ പണ്ടേ നീറ്റാ. എടാ നീ 6ാം ക്ലാസ്സിൽ അന്ന ഫ്രാൻസിനെ കൊണ്ട് പടികടന്ന് വന്നവനല്ലടാ നീ. ഈ ചേട്ടൻ ലച്ചേച്ചി പറയാൻ തുടങ്ങില്ല ചേട്ടാ. എന്താ ഇപ്പൊ പറഞ്ഞു? എന്ത് നടന്നല്ലേ ഞാൻ പറഞ്ഞത്? ചേട്ടൻ ഓഫീസിൽ ഭയങ്കര നീറ്റാണെന്നാണല്ലോ ഇവിടെ വന്ന് പറയണത്. ആടാ ഞാൻ നീറ്റാണ്. എന്താ ഡൗട്ട് എന്താണ്? ചേട്ടനാ ചേട്ടൻ പലരെയും കൊണ്ട് കോഫി ഹൗസിലും റെസ്റ്റോറന്റിലും ഒക്കെ പോകുന്ന കാര്യം ചേട്ടന്റെ വായും തന്നെ തോന്നിയ ദിവസം പറഞ്ഞോണ്ടല്ലോ പറഞ്ഞപ്പോ കൊണ്ടാ എനിക്ക് പറഞ്ഞോണ്ടല്ലോ. ചകള പൊത്തി നിലത്തോട് എന്താ പറഞ്ഞ ചകള പൊത്തി ഞാൻ ആണോ എന്നെ പറഞ്ഞു ഞാനും പറയും. സുന്ദര കിന്നര കോമള മതിലെ തൂങ്ങി മാളവികയുടെ നിഴല് നാണം ഉണ്ടാ നിനക്ക്. ഓഫീസിലെ പല പെമ്പിള്ളാരെ അടി കൂടണം, അടി കൊടുക്ക്. നല്ല അടി കൊടുക്ക്. അങ്ങോട്ടും കൊടുക്ക്, ഇങ്ങോട്ടും കൊടുക്ക്. അങ്ങോട്ടും കൊടുക്ക്, ഇങ്ങോട്ടും കൊടുക്ക്. കൊടുക്കടാ. അനങ്ങിയ തല്ലുകൊടുത്ത ഇനി മേല ചെയ്യരുത്. നിനക്കണക്ക് എത്രയോ പാവടാ കൊച്ച്. എന്താണ് നോക്കണത്? എന്താണ് നോക്കണത്? നീ നോക്കണ മാത്രമല്ല വാടാ, ഇവിടെ ശരിയാവില്ല. വാ കൊണ്ട് അടുക്കള കൊണ്ട് കെട്ടിടമ്മ. കെട്ടിടാൻ ഞാൻ പട്ടിയാണ്. ചേട്ടന്റെ ഇഷ്ടം പോലെ. വാടാ ഇങ്ങോട്ട്, വാടാ വാ. ഒരു തല്ല് കൊടുത്തിട്ട് വരാം. എന്നാ പോ കൊടുക്ക്. തറക്കടയിക്കോട്. പ്രശ്നം ഉണ്ടായിരുന്നല്ലേ ചേട്ടൻ കേക്കണ്ട. ചേട്ടാ ഫോൺ താട്ടെ. ഇപ്പൊ അങ്ങനെ ചേട്ടാ പ്ലീസ്. ശരി പ്ലീസ് എങ്കി പ്ലീസ്. എന്നാ പിടി, ഞാൻ അടുക്കള വരെ പോയിട്ട് വരാം. ഹലോ മിസ്സേ, ചേട്ടൻ അടിച്ചു മിസ്സേ. സാരമില്ല, ഞാൻ വിളിക്കാം. ശരി മിസ്സേ.